മഴതോരു മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബിതയെ ചതിച്ചവരെ ശിക്ഷിക്കണമെന്ന് തീരുമാനിക്കുകയാണ് അലീന. ശിവശങ്കരന്റെ നിർദ്ദേശപ്രകാരം മനുവും രോഹിത്തും ഹരിക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയാണ് അലീനയോട്. എന്നാൽ അലീന രണ്ടുപേർക്കും നല്ല മറുപടി കൊടുക്കുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അലീന മുറിവിട്ടിറങ്ങിയതിന് ശേഷം മനുശങ്കർ താടിക്ക് കൈയും കൊടുത്ത് രോഹിത്തിൻ്റെ ബെഡിൽ ഇരിക്കുകയാണ്. രോഹിത്ത് മേശമേൽ ചാരി നിന്നു. അലീനയുടെ അടുത്ത് ചോദിക്കണ്ടായിരുന്നു അല്ലേടാ, നാണക്കേടായിപ്പോയി, മനുശങ്കർ ജാള്യതയോടെ പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മനുവേട്ട, അലീന ചേച്ചിക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന്, രോഹിത്ത് കുറ്റപ്പെടുത്തി. അച്ഛൻ അത്രയ്ക്കും നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ. പിന്നെ വേറൊരവസരത്തിൽ അച്ഛൻ്റെ സപ്പോർട്ട് എനിക്കും വേണ്ടി വരുമല്ലോ. പിന്നെ ഹരിയുടെ ഭാവിയെക്കുറിച്ചും ഓർത്തുപോയി. മനുവേട്ടന് അങ്ങനെ പറഞ്ഞു നിൽക്കാം, അച്ഛൻ നിർബന്ധിച്ചിട്ടാണെന്ന്. ഞാനോ, എനിക്കപ്പോഴേ അറിയായിരുന്നു ഇത് ചളമാകുമെന്ന്. രോഹിത്തിന് ആരോടൊക്കെയോ ദേഷ്യവും സങ്കടവും തോന്നി. അലീനയുടെ മുൻപിൽ ചെറുതാകുന്നത് അവന് ആലോചിക്കാൻ പോലും വയ്യ. ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. മനുശങ്കർ കോണിപ്പടി ഇറങ്ങി താഴേക്ക് പോയി. അലീന ഊണുമേശയിൽ അന്നത്തെ പത്രം വിടർത്തി പിടിച്ച് വായിക്കുന്നുണ്ടായിരുന്നു. അലീന, മനു വിളിച്ചു. അവൾ മുഖമുയർത്തി നോക്കി. ഭയങ്കര ബോറായിപ്പോയി അല്ലേ? അവൻ ഇച്ഛാഭംഗത്തോടെ ചോദിച്ചു. ആര് പറഞ്ഞു ബോറായിപ്പോയെന്ന്? അല്ല, ഞാനിങ്ങനെ റെക്കമെൻഡുമായിട്ട് വേണ്ടായിരുന്നു. ഹരിക്ക് വേണ്ടി ആയതുകൊണ്ടാ. പിന്നെ അച്ഛൻ്റെ നിർബന്ധം. സോറി അലീന. എന്തിനാ മനുവേട്ടാ സോറി പറയുന്നേ? മനുവേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അച്ഛൻ മനുവേട്ടനെ നിർബന്ധിച്ചതിലും തെറ്റില്ല. മകന് വേണ്ടി ഒരച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യും. മനുവേട്ടന് ഹരിക്ക് വേണ്ടി ശുപാർശ പറഞ്ഞതും തെറ്റല്ല. സ്വന്തം അനുജന്റെ ഭാവി ഓർത്തിട്ടല്ലേ. ഞാൻ വിചാരിച്ചു അലീനയ്ക്ക് പിണക്കമായി കാണുമെന്ന്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മനുവേട്ട. മനുവേട്ടൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ കാഴ്ചപ്പാടും പറഞ്ഞു. അതിൽ പിണങ്ങേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. മനുവേട്ടൻ്റെ അനുജന്റെ കാര്യത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. ഒരബദ്ധം പറ്റിയതൊന്നുമല്ല ഹരിക്ക്. ഞാൻ ആദ്യം കൊല്ലപ്പള്ളിയിൽ താമസിച്ചിരുന്നപ്പോൾ എന്നോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് എനിക്കറിയാം. ഇവിടെ വന്ന ശേഷവും പല വിധത്തിൽ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതെല്ലാം ശരിയാണ്, മനു പറഞ്ഞു. ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാമെന്നും ജീവനെപ്പോലെ സ്നേഹിക്കാമെന്നുമൊക്കെ വിശ്വസിപ്പിച്ച് ബന്ധുക്കളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് ആൾതാമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി കൂട്ടുകാർക്ക് കാഴ്ച വയ്ക്കുന്നവനെ ശിക്ഷിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ പോലീസും കോടതിയും ജയിലുമൊക്കെ? അങ്ങനത്തെ അവനെ വെറുതെ വിടാമെന്നുണ്ടെങ്കിൽ ഓരോരോ പെൺവാണിഭ കേസിൽ പെട്ടെന്നുള്ള പ്രലോഭനത്തിൽപ്പെട്ട് കുടുങ്ങിപ്പോയവരെ പട്ടും വളയും നൽകി ആദരിക്കേണ്ടി വരും. മനുശങ്കർ ഒന്നും മിണ്ടാതെ നിന്ന് കേട്ടു. രോഹിത്ത് കോണിപ്പടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ചെറിയ കുറ്റങ്ങളൊക്കെ ക്ഷമിക്കാം മനുവേട്ട. ഞാൻ മനുവേട്ടൻ്റെ അനുജനോട് പലതവണ ക്ഷമിച്ചിട്ടുണ്ട്. നാരങ്ങ ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് തന്നിട്ട് എന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചവനാ. അതും ഞാൻ ക്ഷമിച്ചു. ഒരു മനംമാറ്റം ഉണ്ടാകട്ടെ എന്ന് കരുതിയാ. അന്നും ഞാൻ ക്ഷമിക്കാതിരുന്നെങ്കിൽ അടുത്ത സംഭവം നടക്കില്ലായിരുന്നു. ശരണ്യ ഒരു കേടും കൂടാതെ നടന്നേനെ. മനുവേട്ടൻ വിഷമിക്കേണ്ട, അലീന തുടർന്നു. എനിക്കൊരനിഷ്ടവും തോന്നിയിട്ടില്ല. അവൾ രോഹിത്തിൻ്റെ നേർക്ക് നോക്കി. പക്ഷേ നീ ഇതിനെ കൂട്ടുനിൽക്കരുതായിരുന്നു. രോഹിത്തിന് വല്ലാതായി. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി. നീ നിന്റെ അമ്മാവൻ്റെയും മനുവേട്ടൻ്റെയും മുഖത്ത് നോക്കി പറയണമായിരുന്നു ഒരു ശുപാർശയ്ക്കും നിന്നെ കൂട്ടുപിടിക്കരുതെന്ന്. ഞാൻ പറഞ്ഞതാ ചേച്ചി. ഞാൻ ഇക്കാര്യത്തിൽ ചേച്ചിയോട് ഒരു റെക്കമെൻഡിനും പോവില്ലെന്ന് രോഹിത്ത് വിഷമത്തോടെ പറഞ്ഞു. കർശനമായിട്ട് നീ പറഞ്ഞില്ല. ഹരിയെ സഹായിക്കാൻ മനസ്സോടെയാ നീ വന്നത്. അലീന ചേച്ചി സമ്മതിച്ചാൽ ഹരിക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കാം. അങ്ങനെയില്ലായിരുന്നോ നിന്റെ കണക്കുകൂട്ടൽ? രോഹിത്തിൻ്റെ മുഖം താണുപോയി. ഹരി അവളെ ഉപദ്രവിക്കുന്നത് കണ്ടില്ലെന്ന് നീ പറഞ്ഞാൽ പിന്നെ ആര് പറയും കണ്ടു എന്ന്? ഹരിയോടൊപ്പം ആ പെണ്ണിനെ ഉപദ്രവിച്ചവർ പറയുമോ? ആ മുറിയിലുണ്ടായിരുന്ന എലിയും പാറ്റയും പറയുമോ? നീ തകർന്നു പോകുമായിരുന്ന ഒരവസരത്തിൽ നിന്നെ രക്ഷിച്ചവളാ ശരണ്യ. ജീവിതകാലം മുഴുവൻ നിനക്ക് അവളോടല്ലേ നന്ദി വേണ്ടത്? അലീന, നീ അവനെ വഴക്ക് പറയണ്ട. ഞാനും അച്ഛനും കൂടി ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് അവൻ. മനുശങ്കർ ഇടയ്ക്ക് കയറി. സംഭവിച്ചത് പോട്ടെ, ഇനി ഇങ്ങനെ കാലുമാറാൻ ആലോചിക്കുക പോലും ചെയ്യരുത്, അലീന പറഞ്ഞു. രോഹിത്തിൻ്റെ കണ്ണുകളിൽ രണ്ടു വലിയ നീർക്കുമുളകൾ പൊന്തി. അലീന ആശ്വാസവാക്ക് പറഞ്ഞിട്ടും അവൻ്റെ മനസ്സിൽ സങ്കടം ബാക്കി നിന്നു. ഹരിക്ക് അനുകൂലമായി സാക്ഷി പറയാമെന്ന തൻ്റെ മൂകസമ്മതം അലീന ചേച്ചി കണ്ടുപിടിച്ചല്ലോ എന്നോർത്തിട്ടുള്ള ജാള്യം കൂടിയായിരുന്നു അത്.
മണിശങ്കർ പിന്നീട് വരാമെന്ന് പറഞ്ഞ് കൊല്ലപ്പള്ളിക്ക് തിരിച്ചുപോയി. വൈകുന്നേരം അലീന ഡ്രസ് അയൺ ചെയ്തുകൊണ്ടിരിക്കെ രോഹിത് അടുത്തു ചെന്നു. അലീന ചേച്ചി, സോറി. അവരെത്രയ്ക്ക് നിർബന്ധിച്ചാലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുതായിരുന്നു. സാരമില്ലടാ. എന്നോട് ദേഷ്യമില്ല ചേച്ചിക്ക്? ഇല്ലെന്നേ. അവൾ വാത്സല്യത്തോടെ അവൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ച് നേരെ വെച്ചുകൊണ്ട് പറഞ്ഞു. മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കുമ്പം നമ്മൾ 2 കാര്യങ്ങളെങ്കിലും ശ്രദ്ധിക്കണം. 1, അതുകൊണ്ട് നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടരുത്. 2, നമ്മുടെ സൽപ്പേരും സ്വഭാവവും ചീത്തയാകാൻ ഇടവരരുത്. രോഹിത് തലയാട്ടി. അവന് തൃപ്തിയായി കഴിഞ്ഞിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം രോഹിത് മനുവിനോടൊപ്പം ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോയി. തിങ്കളാഴ്ച ബാലചന്ദ്രമേനോൻ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞ ശേഷം 11:30 മണിയോടെ പോസ്റ്റ്മാൻ വന്ന് ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് ഉണ്ടെന്ന് അലീനയോട് പറഞ്ഞു. ഞാൻ ഒപ്പിട്ടാൽ മതിയോ? അലീന ചോദിച്ചു. പോരാ, ബാലചന്ദ്രമേനോൻ എന്നയാൾ തന്നെ ഒപ്പിട്ട് വാങ്ങണം. ഇന്ന് ആളില്ലെങ്കിൽ നാളെ കൊണ്ടുവരാം. ഞായറാഴ്ചയല്ലാതെ മറ്റൊരു ദിവസവും ഈ സമയത്ത് ഇവിടെ കാണില്ല. എങ്കിൽ പിന്നെ പോസ്റ്റ് ഓഫീസിൽ വന്ന് ഒപ്പിട്ട് വാങ്ങിയാലും മതി. വക്കീൽ നോട്ടീസാണെന്ന് പറയണം. പോസ്റ്റ്മാൻ പോയിക്കഴിഞ്ഞ ഉടൻ അലീന ബാലചന്ദ്രമേനോനെ ഫോണിൽ വിളിച്ച് രജിസ്റ്റേർഡ് നോട്ടീസിൻ്റെ കാര്യം പറഞ്ഞു. ബാലചന്ദ്രമേനോൻ അത് പോസ്റ്റ് ഓഫീസിൽ പോയി വാങ്ങിക്കൊള്ളാമെന്ന് ഏറ്റു. രാത്രി ബാലചന്ദ്രൻ വീട്ടിൽ വന്നപ്പോൾ അലീന വക്കീൽ നോട്ടീസിനെ പറ്റി തിരക്കി. അച്ഛനത് വാങ്ങിച്ചായിരുന്നോ? വാങ്ങിച്ചു. എന്തായിരുന്നു അച്ഛാ അത്? എനിക്ക് പല മെയിലും വരും. അതൊക്കെ എന്തിനാണ് നീ അറിയുന്നത്? നിനക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ബാലചന്ദ്രൻ ചെറുചിരിയോടെ ചോദിച്ചു. എല്ലാ മെയിലിൻ്റെയും കാര്യം എനിക്കറിയണ്ട. പക്ഷേ ഇതൊരെണ്ണം മാത്രം എനിക്കൊരു സംശയമുള്ളതുകൊണ്ട് അലീന പറഞ്ഞു. എന്ത് സംശയം? അതൊരു ഡിവേഴ്സ് നോട്ടീസ് ആണോന്ന്. അതെന്താ അങ്ങനെയൊരു സംശയം തോന്നാൻ? പോസ്റ്റ്മാൻ എൻവലപ്പ് എന്നെ കാണിച്ചിരുന്നു. എവിടുന്ന് അയച്ചതെന്ന് ഞാനപ്പോൾ കണ്ടിരുന്നു. വക്കീലിൻ്റെ പേര്, സ്ഥലം. ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. ഡിവേഴ്സ് കേസിനുള്ള നോട്ടീസാ ജയന്തി അയപ്പിച്ചത്, അയാൾ പറഞ്ഞു. അലീനയുടെ മുഖം വിവരണമായി. അവൾ ആശങ്കപ്പെട്ടിരുന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു. കേസ് കോടതിയിൽ എത്തിയിട്ടില്ലല്ലോ, വക്കീൽ നോട്ടീസല്ലേ ആയിട്ടുള്ളൂ, അയാൾ പറഞ്ഞു. അവൾ വക്കാലത്ത് കൊടുത്തു കഴിഞ്ഞു. അച്ഛൻ ഇനി എന്തു ചെയ്യാൻ പോണു? കേസ് വരട്ടെ, നോക്കാം. കേസുണ്ടാവാതെ നോക്കാൻ വഴിയൊന്നുമില്ലേ? അത് ജയന്തി നോക്കണം, ഞാനല്ല കേസ് കൊടുത്തത്. അച്ഛൻ്റെ നിലപാടെന്താ? എൻ്റെ എതിർകക്ഷിയുടെ നിലപാടിന് നേരെ വിരുദ്ധമായിരിക്കും എൻ്റെ നിലപാട്. അതങ്ങനെ തന്നെ വേണമല്ലോ. അവൾ വിവാഹമോചനം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട, വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണം. കോടതിയും വിസ്താരവും ഒക്കെ ഒഴിവാക്കാൻ പറ്റില്ലേ അച്ഛാ? ജയന്തിക്ക് പറ്റും. ഞാനിവിടെ വന്നതാണല്ലോ പ്രശ്നം. ഞാനങ്ങ് പോയിക്കോളാം. നീ പോയാലും ഈ കേസ് മുൻപോട്ട് തന്നെ പോകും. ഞാൻ പോയി കഴിയുമ്പോൾ അമ്മ കേസ് പിൻവലിച്ചെങ്കിലോ? പിൻവലിച്ചാൽ കേസ് തീർന്നു. പക്ഷേ അവൾ പിൻവലിക്കില്ല. കാരണം അങ്ങനെയൊരു സാധ്യത ഈ വക്കീൽ നോട്ടീസിൽ ഇല്ല. അതായത് ഒത്തുതീർപ്പിനുള്ള ഒരു ഡിമാൻഡും വച്ചിട്ടില്ല. ഞാൻ ദുർനടപ്പുകാരനായതുകൊണ്ടും പല സ്ത്രീകളുമായി അവിഹിത ബന്ധമുള്ളതുകൊണ്ടും ഇപ്പോൾ അത്തരമൊരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നതുകൊണ്ടും വിശ്വസിക്കാൻ കഴിയാത്തവനും സ്നേഹശൂന്യനും ക്രൂരനും ദുഷ്ടനുമായ ഭർത്താവിനോടൊപ്പം ഇനി ജീവിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടും എന്നൊക്കെയാണ് വക്കീൽ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത്. വിവാഹമോചനത്തിൽ കുറഞ്ഞ യാതൊരുവിധ ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് വ്യക്തം. എന്നാലും ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്. നീ പോകരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരു പരിഹാരമല്ല. ഞാനായിരിക്കുമല്ലോ അച്ഛനും അമ്മയ്ക്കും കോടതിയിൽ അവതരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ തെളിവ്. അമ്മയ്ക്ക് അച്ഛൻ്റെ ദുർനടപ്പ് തെളിയിക്കാനുള്ള ഒന്നാം സാക്ഷി. അച്ഛന് അമ്മയുടെ അവിശ്വസ്തത കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ആദ്യത്തെയും അവസാനത്തെയും തെളിവ്. ഞാൻ നിന്റെ പേര് പോലും കോടതിയിൽ പരാമർശിക്കില്ല, അവസാന നിമിഷം വരെ. പക്ഷേ ജയന്തി നിന്റെ പേര് പറഞ്ഞ് നിന്നെ മൂന്നാംകിട അഭിസാരികയാക്കി കേസ് വാദിച്ചെന്നിരിക്കും. അതെൻ്റെ കുറ്റമല്ല. അമ്മ അങ്ങനെ വാദിക്കുമ്പോൾ അച്ഛനൊരു മറുപടി പറയണമല്ലോ. അച്ഛൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം ചെയ്തിട്ടില്ല എന്നെങ്കിലും പറയണമല്ലോ. അപ്പോൾ ഞാൻ ആരാണെന്ന് ചോദ്യം വരില്ലേ? അത് വരണമല്ലോ. ആ ചോദ്യമാണ് ഞാൻ പറഞ്ഞ അവസാന നിമിഷം. ബാലചന്ദ്രമേനോൻ്റെ മുഖത്ത് ഒരു ഉന്മാദഭാവം ദൃശ്യമായി. കോടതി മുറിയും അതിനുള്ളിൽ ഞാനും ജയന്തിയും വക്കീലന്മാരും ജഡ്ജിയും എല്ലാം കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അവിടെ എത്രയോ തവണ ഈ കേസിൻ്റെ റിഹേഴ്സൽ നടന്നു കഴിഞ്ഞു. ആളുകളൊക്കെ കോടതി മുറിയിൽ ആകാംക്ഷയിലിങ്ങനെ നിൽക്കുകയാണ്. ജയന്തിയുടെ അഡ്വക്കേറ്റ് എൻ്റെ മുൻപിൽ വന്നു നിന്ന് ചോദിക്കുന്നു, ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യയായ വൈജയന്തിയോട് നിങ്ങൾ എപ്പോഴെങ്കിലും അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ എന്ന്.
എനിക്ക് വക്കീലൊന്നുമില്ല. എൻ്റെ ഭാഗം ഞാൻ തന്നെയാണ് വാദിക്കുന്നത്. അപ്പോൾ ഞാൻ മറുപടി പറയുന്നു, ഇല്ല, ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടില്ല. ഉടൻ ജയന്തിയുടെ വക്കീൽ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ ഭാര്യയുടെയും മക്കളുടെയും എതിർപ്പിനെ വകവയ്ക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന അലീന എന്ന സ്ത്രീയുമായി എന്താണ് നിങ്ങൾക്കുള്ള ബന്ധം? അച്ഛനും മകളും പോലുള്ള ബന്ധം. എൻ്റെ മറുപടി, നിങ്ങളുടെ മകളല്ലല്ലോ. അല്ല. അനാഥയും അന്യയുമായ ഒരു പെണ്ണിനെ ഭാര്യയുടെയും മക്കളുടെയും എതിർപ്പിനെ മറികടന്ന് വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നതിന് പിന്നിൽ നിങ്ങൾക്ക് ചില ദുരുദ്ദേശങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് നിഷേധിക്കുമോ? ശക്തിയുക്തം നിഷേധിക്കുന്നു. നിങ്ങൾ അവളെ ഏതെങ്കിലും വിധത്തിൽ ചൂഷണം ചെയ്തിട്ടില്ലേ? ഇല്ല മിസ്റ്റർ അഡ്വക്കേറ്റ്. അലീന ബാലചന്ദ്രമേനോനെ സൂക്ഷിച്ചു നോക്കി. ഇത് വീടാണെന്നും അച്ഛൻ്റെ ബെഡ്റൂമാണെന്നും അച്ഛൻ മറന്നുപോയിരിക്കുന്നു. അച്ഛൻ ഇപ്പോൾ കോടതി മുറിയിലാണ്. വക്കീലന്മാരുടെയും സാക്ഷികളുടെയും എതിർകക്ഷികളുടെയും മുൻപിൽ നിന്ന് വാദിക്കുകയാണ്. താനാണ് ജഡ്ജിയുടെ സ്ഥാനത്ത്. ഓരോ പോയിന്റ് പറയുമ്പോഴും തൻ്റെ മുഖത്തേക്കാണ് നോട്ടം. ബാലചന്ദ്രൻ തുടർന്നു, വീട്ടുജോലിക്കാരിയായ ഒരു പെണ്ണിനെ വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ട് ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട നടപടി ദുരുപദിഷ്ടമാണെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഭാര്യയെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടിട്ടില്ല സാർ. അവൾ താനെ ഇറങ്ങിപ്പോയതാണ്. വീട്ടുജോലിക്കാരിയെ പറഞ്ഞയച്ചില്ല എങ്കിൽ ഭാര്യ വീട് വിട്ടു പോകുമെന്ന് പറഞ്ഞപ്പോൾ വീട്ടുവേലക്കാരിയെ പറഞ്ഞയക്കാതെ പകരം ഭാര്യ വീട് വിട്ടു പോകാനുള്ള സാഹചര്യവും പരോക്ഷമായ പ്രേരണയും കൊടുത്തത് നിങ്ങളാണ്. അതെ, അത് വളരെ ശരിയാണ്. ബാലചന്ദ്രൻ ഒന്നുകൂടി ഞെളിഞ്ഞു നിന്നു. അങ്ങനെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് വീട്ടുജോലിക്കാരിയെ നിലനിർത്താൻ അവൾ നിങ്ങളുടെ ആരാണെന്നാണ് ചോദ്യം. ഭാര്യയല്ല, മകളല്ല, രണ്ടാം ഭാര്യയോ വെപ്പാട്ടിയോ കാമുകിയോ അല്ല. പിന്നെ ആരാണവൾ? ബാലചന്ദ്രൻ അലീനയുടെ നേർക്ക് തിരിഞ്ഞു. വലിയൊരു ചോദ്യം ചോദിച്ചിട്ട് വക്കീലങ്ങനെ ഞെളിഞ്ഞു നിൽക്കുകയാണ്. ജഡ്ജി എന്നെ നോക്കുന്നുണ്ട്. ജയന്തി തൊട്ടപ്പുറത്ത് ലോകം മുഴുവൻ കാൽക്കീഴിൽ ചവിട്ടി അമർത്തി പിടിച്ചിരിക്കുന്ന മട്ടിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞാനൊരു ഉത്തരം പറയും. മിസ്റ്റർ അഡ്വക്കേറ്റ്, അവൾ, ആ നിൽക്കുന്ന അലീന, എൻ്റെ എതിർകക്ഷിയായ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ വൈജയന്തിയുടെ മകളാണ്. അലീനയ്ക്ക് ഒരു ഉൾക്കിടലമുണ്ടായി. താനും കോടതി മുറിക്കുള്ളിലാണെന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി. ഉന്മാദം കലർന്ന ഒരു ചിരിയോടെ ബാലചന്ദ്രൻ തുടർന്നു. പിൻഡ്രോപ്പ് ലൈസൻസാണ് കോർട്ട് ഹാളിൽ. ജയന്തിയുടെ വക്കീൽ മലച്ചു നിൽക്കുകയാണ്. ജഡ്ജിയും മറ്റാളുകളും സ്തംഭിച്ചിരിക്കുന്നു. കേസിലൊരു മലക്കം മറിച്ചിൽ നടന്നിരിക്കുന്നു. ജയന്തിക്ക് പക്ഷേ അത്ര കൂസലില്ല. ഒരന്താളിപ്പ് മാത്രമേ ഉള്ളൂ. അവളെ തോൽപ്പിക്കാൻ ഞാനൊരു കള്ളക്കഥ കെട്ടിച്ചമക്കുകയാണെന്ന അവളുടെ വിചാരം. അവൾ പ്രസവിച്ച ഒരു മകൾ ജീവിച്ചിരിപ്പുണ്ടെന്നൊന്നും അവൾക്കറിയില്ലല്ലോ. ബാലചന്ദ്ര മേനോൻ വിജയഹർഷമൂറുന്ന ചിരിയോടെ തുടർന്നു. ഇപ്പോൾ ജയന്തിയുടെ അഡ്വക്കേറ്റ് ഒന്നനങ്ങി. അയാൾ പറയുകയാണ്, അഭിമാനത്തോടും അന്തസ്സോടും കൂടി ജീവിച്ചു വരുന്ന, സമൂഹത്തിലും വിദ്യാർത്ഥികൾക്കിടയിലും ജോലി ചെയ്യുന്ന, സ്ഥാപനത്തിലും ആദരണീയായ എൻ്റെ കക്ഷിയെ കരിവാരിത്തേച്ച് കാണിക്കാൻ എതിർകക്ഷി നടത്തുന്ന ദുരാരോപണമാണിത്, യുവർ ഓണർ. എൻ്റെ കക്ഷിക്ക് 3 മക്കളെയുള്ളൂ. അവരിൽ മൂത്തയാൾ രോഹിത് എന്ന ആൺകുട്ടിയും മറ്റ് 2 പേർ ബബിത, കൃഷ്ണജ എന്നീ പേരുകളിലുള്ള പെൺകുട്ടികളുമാണ്. മാത്രമല്ല, അലീന എന്ന യുവതിക്ക് 24 വയസ്സ് പ്രായമുള്ളതായി കേസ് രേഖകളിൽ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് 22 വർഷം മുൻപ് മാത്രം വിവാഹിതയായ എൻ്റെ കക്ഷിക്ക് 24 വയസ്സുള്ള മകളുണ്ടായി എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റത്തെ അസംബന്ധവും ധിക്കാരവും കോടതിയോടും എൻ്റെ കക്ഷിയോടുമുള്ള അവഹേളനവും കൂടിയാണ്. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ബാലചന്ദ്ര മേനോൻ കൈ ഉയർത്തിക്കാട്ടി. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. യുവർ ഓണർ, വിവാഹം പുരുഷനും സ്ത്രീക്കും ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു ഉടമ്പടിയും സാമൂഹികമായ ഒരു ചടങ്ങും മാത്രമാണ്. വിവാഹം കഴിക്കാതെയും സ്ത്രീക്കും പുരുഷനും കുട്ടികളുണ്ടാവാം. അത് അലംഘനീയമായ പ്രകൃതി നിയമമാണ്. 22 വർഷം മുൻപ് വിവാഹിതയായ ഒരു സ്ത്രീക്ക് 24 വയസ്സുള്ള ഒരു മകൾ ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായും ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് ജയന്തിയുടെ വക്കീലാണ്. ബാലചന്ദ്ര മേനോൻ അലീനയെ നോക്കി ചിരിച്ചു. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. യുവർ ഓണർ, എൻ്റെ കക്ഷിയെ കരുതിക്കൂട്ടി അപമാനിക്കാനുള്ള ശ്രമം നടത്തുകയാണ് എതിർകക്ഷി. 22 വർഷം മുൻപ് വിവാഹിതയായ എൻ്റെ കക്ഷിക്ക് 24 വയസ്സായ മകളുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിവാഹത്തിന് മുൻപ് എൻ്റെ കക്ഷി സദാചാര വിരുദ്ധമായ ജീവിതം നയിച്ചു എന്നാണ്. ഇത്തരത്തിലുള്ള വ്യക്തിഹത്യക്കെതിരെ എതിർകക്ഷിക്ക് ശക്തമായ താക്കീത് നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ആരോപണം ഈ കേസിലുള്ള ശക്തമായ തെളിവല്ലെങ്കിൽ അത് പിൻവലിക്കണമെന്ന് ഈ കോടതി നിർദ്ദേശിക്കുന്നു. അലീന, കോടതി എനിക്കൊരു ചാൻസ് തന്നിരിക്കുകയാണ്.
ബാലചന്ദ്രൻ വർദ്ധിത വീര്യത്തോടെ പറഞ്ഞു. ഞാൻ ജയന്തിയെ നോക്കുമ്പോൾ അവൾക്ക് പതർച്ചയൊന്നുമില്ല. ഞാനെന്തോ തർക്കുത്തരം പറഞ്ഞതാണെന്നാണ് അവളുടെ ധാരണ. ഉടൻ തന്നെ കോടതിയോട് പറയുന്നു. എനിക്കിത് തെളിയിക്കാൻ കഴിയും ബഹുമാനപ്പെട്ട കോടതി. ഞാൻ വൈജയന്തിയുടെ നേർക്ക് ഒന്നുകൂടി നോക്കി. ഒരു ചെറിയ ഇടർച്ചയുണ്ടോ? 22 വർഷക്കാലം രഹസ്യം പൂഴ്ത്തിവെച്ചവളാണ്. മനസ്സു മറയ്ക്കാൻ ഇരുമ്പ് മറയിട്ടവൾ. 25 വർഷം മുൻപ് ആഗ്ര കന്റോൺമെന്റിൽ ജോലി ചെയ്തിരുന്ന ഗംഗാധര മേനോൻ എന്ന ജ്യേഷ്ഠ സഹോദരനോടൊപ്പം ആഗ്രയിൽ പോയി നിങ്ങൾ 2 വർഷം താമസിച്ചിട്ടുണ്ടോ? വൈജയന്തിയോടാണ് എൻ്റെ ചോദ്യം. അവളുടെ കണ്ണിൽ ഒരു സംശയം പിടയുന്നുണ്ട്. എന്നാലും അവൾ ധൈര്യസമേതം മറുപടി പറയുന്നു, ഉവ്. അവിടെ താമസിച്ചിരുന്ന കാലത്ത് മിലിട്ടറിയിൽ ഓഫീസറായിരുന്ന സ്റ്റാൻലി ജോസഫ് എന്ന പൊല്ലൂർ സ്വദേശിയുമായി നിങ്ങൾ സ്നേഹത്തിലായിരുന്നോ? ഈ ചോദ്യം അവൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ അലീന. ഒരു നടുക്കമുണ്ടായിട്ടുണ്ട് അവളുടെ മുഖത്ത്. പാദം ഒന്നിളക്കി ചവിട്ടുന്നു. ഉമിനീരിറക്കുന്നു. മീൻ ചൂണ്ടയിൽ കൊത്തിക്കഴിഞ്ഞു. അതിൻ്റെ പിടച്ചിൽ അവളുടെ കണ്ണിൽ കാണാം. ഞാൻ ഒരാണിയും കൂടി അടിച്ചു. കള്ളം പറയരുത് മിസ്സിസ് വൈജയന്തി. സ്റ്റാൻലി ജോസഫ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവൾ കണ്ണട ഒന്നുകൂടി ഉറപ്പിച്ചു വച്ചു. എന്നിട്ട് പറയുന്നു, ശരിയാണ്, അങ്ങനെ ഒരാളുമായി ഞാൻ ഇഷ്ടത്തിലായിരുന്നു. അലീന, അവളുടെ വക്കീലുണ്ടല്ലോ, ഇത്തിരി കുഴപ്പത്തിലായ മട്ടിൽ നിൽക്കുകയാണ്. അയാൾ എന്നെയും അവളെയും മാറി മാറി നോക്കുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ അടുത്ത ചോദ്യം. നിങ്ങളുടെ ജ്യേഷ്ഠൻ കുടുംബസമേതം ഡൽഹിയിലെ മിലിട്ടറി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാറ്റം കിട്ടിപ്പോയ അവസരത്തിൽ നിങ്ങൾ സ്റ്റാൻലി ജോസഫിനോടൊപ്പം ആഗ്രയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ ഒരു വാടക വീട്ടിൽ ഒന്നിച്ച് താമസിച്ചിട്ടില്ലേ മിസ്സിസ് വൈജയന്തി? എല്ലാവരുടെയും നോട്ടം വൈജയന്തിയുടെ മുഖത്തേക്കാണ്. അവളുടെ വക്കീൽ പോലും ആയുധമെല്ലാം കൈവിട്ടുപോയ മട്ടിൽ അവളെ നോക്കുന്നു. ജഡ്ജിയുടെ മുഖത്ത് പോലുമുണ്ട് ആകാംക്ഷ. നിങ്ങൾ കള്ളം പറയാനാണ് ആലോചിക്കുന്നതെങ്കിൽ ഞാൻ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കും. നിങ്ങളുടെ സഹോദരന്മാരായ ഗംഗാധര മേനോനും നിങ്ങളുടെ കാമുകനായിരുന്ന സ്റ്റാൻലി ജോസഫും ഈ കോടതിയിൽ വന്നു ചേരും. നിങ്ങൾ സ്റ്റാൻലിയോടൊപ്പം താമസിച്ചിട്ടില്ലേ? അലീന, നിന്റെ അമ്മയ്ക്ക് മറുപടിയില്ല. അവളുടെ മുഖം പ്രേതത്തിൻ്റേതുപോലെ. അവൾക്ക് വായ തുറക്കാൻ വയ്യ. നാവിറങ്ങിപ്പോയി. അവൾക്ക് ശരിക്കും ശ്വാസം കിട്ടുന്നില്ല. വിയർപ്പിൽ അവൾ കുതിരുകയാണ്. എനിക്കെല്ലാം കാണാം, മറ്റുള്ളവർക്കും കാണാം. അവളുടെ കണ്ണിലെ നീരാവി തട്ടി കണ്ണടയ്ക്ക് മങ്ങലുണ്ടായിട്ടുണ്ട്. അവളത് കയ്യിലെടുത്ത് തുടയ്ക്കുന്നു. വീണ്ടും മുഖത്ത് വയ്ക്കുന്നു. ചുണ്ടുകൾ മുറുക്കി ഒന്നുകൂടി നിലത്തുറച്ചു നിൽക്കുന്നു. ധൈര്യം സംഭരിക്കുകയാണ്. എന്നിട്ടവൾ പറയുന്നു, ശരിയാണ്, അങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട്. വളരെ ഗൗരവത്തിലാണ് അവളുടെ പറച്ചിൽ. പക്ഷേ ശബ്ദത്തിന് വീര്യം പോരാ. അവളുടെ മുഖം മൂടി അവളുടെ ധാർഷ്ട്യം, ധിക്കാരം, അഹന്ത എല്ലാം തീയേറ്റ മഞ്ഞുപാറ പോലെ ഉരുകിത്തുടങ്ങിയിരിക്കുന്നു. ഇനി അവൾക്ക് എവിടെ അടിത്തറ? ഇനി അവൾക്ക് എവിടെ പിടിവള്ളി? ഇനി അവൾക്ക് എവിടെ ആത്മാഭിമാനം? ഒരു സ്ത്രീയും പുരുഷനും, പ്രത്യേകിച്ച് കാമുകന്മാർ വിവാഹത്തിനു മുൻപ് ഒന്നിച്ച് മാസങ്ങളോളം താമസിച്ചാൽ സ്ത്രീ ഗർഭിണിയാകാനുള്ള സാധ്യതയെപ്പറ്റി എൻ്റെ എതിർകക്ഷിയുടെ വക്കീലിന് ഇപ്പോൾ ബോധ്യം വന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്താൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മേൽപ്പറഞ്ഞതുപോലെ മിസ്സിസ് വൈജയന്തി അവളുടെ കാമുകനിൽ നിന്ന് ഗർഭിണിയാവുകയും വിവരമറിഞ്ഞെത്തിയ അവളുടെ സഹോദരന്മാർ സ്റ്റാൻലിയെയും വൈജയന്തിയെയും തമ്മിൽ വേർപിരിക്കുകയും പൂർണ്ണ ഗർഭിണിയായ വൈജയന്തിയെ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തുള്ള രാവുണ്ണി മേനോൻ എന്ന ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നെയ്യാറ്റിൻകരയിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിൽ വെച്ച് വൈജയന്തി 24 വർഷം മുൻപ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. 2 വർഷത്തിനു ശേഷം എല്ലാം മറച്ചുവെച്ച് കന്യക ചമഞ്ഞ് ബാലചന്ദ്ര മേനോൻ എന്ന ഹതഭാഗ്യനെ അഥവാ എന്നെ വിവാഹം കഴിച്ചു. ഇത്രയും കാര്യങ്ങൾ പകൽ പോലെ സത്യമാണെന്നും എനിക്ക് തെളിയിക്കാൻ കഴിയുമെന്നും ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ഉറപ്പു തരുന്നു. ബാലചന്ദ്രന്റെ ശബ്ദം ആവേശം കൊണ്ട് വിറപൂണ്ടു. ഇപ്പോൾ അയാളാണ് ന്യായാധിപൻ എന്ന് തോന്നുമായിരുന്നു. അലീന ഇപ്പോൾ കാണണം അവളുടെ മുഖം. ജീവനില്ല, അതൊരു ശവമാണ്. അനാഥപ്രേതം. അവളുടെ കണ്ണിന് കാഴ്ചയില്ല, ചെവിക്ക് കേൾവിശക്തിയില്ല, അവൾ ശ്വാസമെടുക്കുന്നില്ല. സീതാദേവിയെപ്പോലെ ഭൂമിക്കടിയിലേക്ക് താണുപോകാൻ കണ്ണടച്ച് നെഞ്ചുരുകി പ്രാർത്ഥിക്കുകയാണ്. നീ അവളുടെ രൂപം കണ്ടോ? ചിലന്തി വല പോലെ വെടിഞ്ഞു കീറിയിരിക്കുന്നു. കോടതി മുറിയിൽ മൊട്ടുസൂചി വീണാൽ കേൾക്കാം. തീർന്നില്ല. എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ഒരു ചോദ്യം കൂടിയുണ്ട്. വിവാഹത്തിന് മുൻപ് വ്യഭിചരിക്കുകയും സദാചാര വിരുദ്ധമായി ജീവിക്കുകയും ദുർനടപ്പുകാരിയാണെന്ന സത്യം മറച്ചുവെച്ച് വിവാഹിതയാവുകയും ചെയ്ത ഈ സ്ത്രീയാണോ എന്നോട് അവിശ്വസ്തത കാണിച്ചത്? അതോ ഒരു ജോലിക്കാരിയെ വീട്ടിൽ നിർത്തി മകളെപ്പോലെ സംരക്ഷിച്ച ഞാനാണോ? അലീന, കോടതിയും മൗനം പൂണ്ടിരിക്കുന്നു. സർവോത്കൃഷ്ടയായ ശ്രീമതി വൈജയന്തി
അതായത് നിനക്ക് ജന്മം തന്ന നിന്റെ അമ്മ നിന്നേടത്ത് നിന്ന് ഉരുകുകയാണ്. അവൾക്കിനി എൻ്റെ മുഖത്ത് നോക്കണമെങ്കിൽ ഏതെല്ലാം പാപനാശികളിൽ പോയി കുളിക്കണം? തീർന്നിട്ടില്ല. ഇനിയാണ് ഇത്രയും നാൾ ഉഗ്രയക്ഷിയായി വേഷം കെട്ടിയാടിയ അവളുടെ നെറുകയിൽ ഞാൻ അവസാനത്തെ ആണിയടിക്കാൻ പോകുന്നത്. അലീന ബാലചന്ദ്രനെ നോക്കി. ബാലചന്ദ്രൻ പ്രതികാരരുദ്രനായി ഒന്നുകൂടി ആളിക്കത്താൻ വെമ്പലം കൊണ്ടു നിൽക്കുന്നു. ഈ നിൽക്കുന്ന പരട്ട വക്കീൽ എന്നോടൊരു ചോദ്യം ചോദിച്ചത് ബഹുമാനപ്പെട്ട കോടതിയും കേട്ടതാണല്ലോ. അതായത് ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് വീട്ടുവേലക്കാരിയെ സംരക്ഷിക്കാൻ തക്കവിധം അവൾ എൻ്റെ ആരാണെന്ന്. എൻ്റെ മകളല്ലെന്നും ഭാര്യയല്ലെന്നും കാമുകിയല്ലെന്നും വെപ്പാട്ടിയല്ലെന്നും അയാൾ തന്നെ പറഞ്ഞു. അയാൾ പറഞ്ഞത് ശരിയാണ്, എൻ്റെ ആരുമല്ല. പക്ഷേ ഈ നിൽക്കുന്ന സ്ത്രീ, എന്നിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടുന്ന എൻ്റെ എതിർകക്ഷി, വൈജയന്തി എന്ന എൻ്റെ ഭാര്യ, 24 വർഷം മുൻപ് പ്രസവിക്കുകയും അവളുടെ ബന്ധുക്കൾ കഴക്കൂട്ടത്തെ സ്നേഹനികേതനം എന്ന അനാഥാലയത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്ത പെൺകുഞ്ഞാണ് അലീന. ബാലചന്ദ്ര മേനോന്റെ പ്രഖ്യാപനം കേട്ട് അലീനയും ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. അലീന, നീ വിഗ്രഹം തകർന്നൊടിയുന്നത് കണ്ടിട്ടുണ്ടോ? 100 ചീളുകളായി പൊട്ടിത്തകർന്ന് ചിതറി ദാ കിടക്കുന്നു വൈജയന്തി. ഇനി അവളില്ല. വൈജയന്തി നോ മോർ. അലീന അനങ്ങിയില്ല. ബാലചന്ദ്രമേനോന്റെ മുഖം ചുട്ടുപഴുത്ത് ചുവന്നിരുന്നു. അയാൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. മേശമേൽ 2 കൈകളും ഊന്നി അയാൾ തളർന്ന പോലെ നിന്നു. അല്പം കഴിഞ്ഞ് അയാൾ മുഖമുയർത്തി അലീനയെ നോക്കി. അയാളുടെ കണ്ണുകൾ കുടിയന്റെ പോലെ കലങ്ങി വന്നിരുന്നു. നിനക്ക് പോകണമെങ്കിൽ പോകാം, വേണമെങ്കിൽ നാളെ തന്നെ. അലീന ഒന്നും മിണ്ടാതെ മുറിവിട്ടിറങ്ങി. അവൾ മുൻപ് താമസിച്ചിരുന്ന മുറിയിൽ പോയിരുന്നു കരഞ്ഞു. പിറ്റേന്ന് രാവിലെ ബാലചന്ദ്രൻ സിറ്റൗട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കെ അലീന അയാളെ സമീപിച്ച് ചോദിച്ചു, ഞാൻ പോയിക്കോട്ടെ അച്ഛാ? ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ബബിതയെ കൂടി കൊണ്ടുപോയിക്കോട്ടെ അച്ഛാ? അതെന്തിന്? അച്ഛാ, അവൾക്ക് എൻ്റെ കൂടെ വരണം. അവൾ തന്നെ നിൽക്കാനായിട്ടില്ല. എൻ്റെ മകൾ എൻ്റെ ഭാര്യയുടെ പൂർവ്വകാമുകൻ്റെ ചെലവിൽ കഴിയേണ്ടി വരുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാനോ? നീ അയാളുടെ മകളല്ലേ? അച്ഛൻ ഇങ്ങനെ ഗർവ് കാണിക്കരുത്. ബബിതയ്ക്ക് നല്ല കെയർ കിട്ടിയെങ്കിൽ മാത്രമേ അവളുടെ മനസ്സ് ശരിയാകൂ. അവളെ കുളുത്തുപുഴയ്ക്ക് കൊണ്ടുപോയാൽ അവൾ അറിയില്ലേ നീ ആരാണെന്ന്? അതവൾക്കറിയാം അച്ഛാ. ബാലചന്ദ്ര മേനോൻ കണ്ണിമയ്ക്കാതെ അലീനയെ നോക്കിക്കൊണ്ടിരുന്നു. അതിൽ നാനാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. സോറി അച്ഛാ, എനിക്ക് പറയേണ്ടി വന്നു. അവൾ ജീവിച്ചിരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും നമുക്ക് വലുത്. നീ ബബിതയെ കൊണ്ടുപോയാൽ കൃഷ്ണമോൾ ഇവിടെ തനിച്ചായി പോകും. അവൾ തൽക്കാലം ബോർഡിങ്ങിൽ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു അച്ഛാ. അവളുടെ സ്കൂളിൽ അതിനുള്ള സൗകര്യമുണ്ടല്ലോ. ബാലചന്ദ്രൻ ആലോചനയോടെ തലയാട്ടി. പിന്നെ ഞാൻ മാത്രം എന്തിനാ ഇവിടെ? വീടടച്ചു പൂട്ടി എനിക്ക് ഷോപ്പിലേക്ക് താമസം മാറ്റാമല്ലോ. അലീന ഒന്നും പറഞ്ഞില്ല. നീ സ്റ്റാൻലിയോട് സംസാരിച്ചോ ബബിതയുടെ കാര്യം? ഇല്ല, സംസാരിക്കണം. എന്ന് സംസാരിക്കും? എന്ന് പോകാനാണ് പ്ലാൻ? നാളെയോ മറ്റന്നാളോ? ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. ബാലചന്ദ്രൻ പത്രവായന തുടർന്നു. അന്ന് വൈകുന്നേരം 6 മണിയോടെ ഒരു കാർ കടപ്പാട്ടൂർ വീട്ടിലെത്തി. വൈജയന്തി കാറിൽ നിന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് കയറി. കോളിംഗ് ബെൽ കേട്ട് അലീന വന്ന് വാതി തുറന്നു. മുൻപിൽ വൈജയന്തി. അലീന പരിഭ്രമിച്ചു പോയി. അമ്മയുടെ തീവാറുന്ന നോട്ടം. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.